വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാക്കളാര് നമുക്കറിയാം. ടി.കെ. മാധവൻ അല്ലേ, മന്നത്ത് പത്മനാഭൻ. നമ്മളങ്ങോട്ട് പറയും. ഏതെങ്കിലും സ്ത്രീകളുടെ പേര് കേട്ടിട്ടുണ്ടോ നമ്മളതിൽ? ഇല്ല. പക്ഷേ സ്ത്രീകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും പങ്കെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന ഒരു ദേവകി അന്തർജനം. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു അവർ. ആ ദേവകി അന്തർജനത്തിൻ്റേതായ ഒരു ലഘുലേഖ കണ്ടുകിട്ടിയിട്ടുണ്ട് ഈ വൈക്കം സത്യാഗ്രഹത്തിൽ. ആ ലഘുലേഖയിൽ പറയണത് ഇത്തരത്തിൽ ജാതീയമായ അടിച്ചമർത്തലുകൾ സ്ത്രീകളുടെ മൗലിക അവകാശമാണ് ലംഘിക്കുന്നത്. അതുകൊണ്ട് വലിയ തോതിൽ സ്ത്രീകൾ ഇതിൽ പങ്കെടുക്കണം. ഈ വൈക്കം സത്യാഗ്രഹത്തിലേക്ക് സ്ത്രീകളെ ക്ഷണിച്ചുകൊണ്ട് ദേവകി അന്തർജനത്തിൻ്റേതായ ഒരു ലഘുലേഖ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ, ദേവകി അന്തർജനത്തിന് വൈക്കം നേരത്തെ കൂടി നടക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു? അന്തർജനം എന്ന പേരിൽ തന്നെ ഇല്ലേ അവരാരാന്ന്? അവർക്ക് നടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ എന്നിട്ട് പോലും അവരാ സമരത്തിലേക്ക് സ്ത്രീകളെ ക്ഷണിച്ചുകൊണ്ട് ലഘുലേഖ എഴുതിയെങ്കിൽ ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ ഭേദമില്ലാതെയാണ് കേരളത്തിൻ്റെ നവോത്ഥാന പോരാട്ടങ്ങളൊക്കെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ വിചാരിക്കുന്നത് അധസ്ഥിത വിഭാഗങ്ങൾക്ക് മാത്രമേ ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്, അല്ലേ? പള്ളിയിലെ കാര്യം അള്ളാഹ്ക്ക് അറിയാമെന്ന് പറഞ്ഞ മാതിരി ഇല്ലത്തെ കാര്യമൊക്കെ അതിലും കഷ്ടമായിരുന്നു. ബ്രാഹ്മണ സ്ത്രീകളുടെ വിഷയം ഇതിനേക്കാൾ എത്രയോ ഭീകരമായിരുന്നു.